സമകാലികത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ അടുത്ത ചീഫ് മിനിസ്റ്റർ ആരാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൂന്നാം പിണറായി സർക്കാർ ലോഡിംഗ് ആണ് എന്ന് പറഞ്ഞിടത്ത് നിന്നും നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ചെറിയ മങ്ങലേറ്റിരിക്കുന്ന ഒരവസ്ഥയുള്ള സാഹചര്യത്തിൽ സതീശനും ചെന്നിത്തലയുമൊക്കെ തലയും മുറുക്കി രംഗത്തുള്ള ഈ സമയത്ത് അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടൊരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം അടുത്ത ചീഫ് മിനിസ്റ്റർ ആകാനായി ആളുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ വിശ്വപൗരനെയാണ്, ശശി തരൂർ. ഇംഗ്ലീഷ് വല കൊള്ളാം, നല്ല കാര്യം, നല്ല തിരഞ്ഞെടുപ്പ്. പലരും തള്ളിക്കളഞ്ഞു ആ സർവേ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നടക്കുന്നതൊക്കെ വളരെ കോമഡിയാണല്ലോ. എന്തുമാവട്ടെ, തള്ളിക്കളഞ്ഞിരിക്കുന്ന സർവേ റിപ്പോർട്ടാണെങ്കിൽ പോലും അതിൽ ചീഫ് മിനിസ്റ്റർ ആവാൻ യോഗ്യൻ ശശി തരൂർ ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്, പല രാഷ്ട്രീയ ദൈവങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട്. എന്തായാലും മൂപ്പര് ഈ സർവേ ഫലത്തെ ഒരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദേശീയ ചാനൽ വന്നിരിക്കുന്ന വാർത്തയാണിത്. In a sharp critic of one of India's most controversial political periods, senior Congress leader Shashi Tharoor has called the emergency declared by Prime Minister Indira Gandhi in 1975 a dark chapter in India's history. In an article published in the Malayalam daily Deepika, Tharoor, a Congress working committee member, reflected on the 21-month-long emergency from June 25, 1975 to March 21, 1977. He recalled the excesses of the period, particularly the role of Indira Gandhi's son, Sanjay Gandhi, in leading forced sterilization campaigns and the ruthless demolition of slums in New Delhi, which left thousands homeless. Tharoor wrote, efforts undertaken for discipline and order often turned into acts of cruelty that could not be justified. Whatever order may have emerged during the emergency came at the cost of the soul of our republic. The Thiruvananthapuram MP warned that the silencing of dissent, curtailment of fundamental rights and bypassing of constitutional safeguards left scars that still linger in Indian politics. He noted that while some portrayed the emergency as a time of temporary order, its violation of democracy revealed the dangers of unchecked power and authoritarianism. Democracy is a precious legacy that must be nurtured and preserved. Let it serve as a lasting reminder to people everywhere, Tharoor added. Reacting to the article, senior Congress leader and leader of opposition V.D. Sathyasan said the national leadership of the Congress party would comment on Tharoor's remark. Tharoor concluded his piece with a cautionary note, observing that while today's India is more self-confident and developed than in 1975, the temptation to centralize power and silence dissent remains a constant threat. ശരി, ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? എമർജൻസി പീരീഡ് ഒരു ഡാർക്ക് പീരീഡ് ആയിരുന്നു, വളരെ മോശം അധ്യായമായിരുന്നു എന്ന് സീനിയർ കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യൻ എന്നു മുതലാണ് സീനിയർ ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 വട്ടം MP ആയതാണോ സീനിയോറിറ്റി? അതോ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലോ അതിനു മുമ്പ് കരുണാകരന്റെ കാലഘട്ടത്തിലോ ഇദ്ദേഹം ഈ സജീവമായ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു? അദ്ദേഹം വിദേശകാര്യ വകുപ്പിൽ എന്തോ ഒരു ജോലിയുമായിട്ട് നടന്നു. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം കോൺഗ്രസിലേക്ക് വന്ന് കയറി കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറിക്കൊണ്ട് അദ്ദേഹം വലിയ പ്രവർത്തനം നടത്തുകയാണെന്ന് ബോധിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു. നിലമ്പൂരിൽ അദ്ദേഹത്തിന് ആരും വിളിക്കാത്തത് കൊണ്ട് പോയില്ല. അപ്പൊ ആരും വിളിക്കാനായിട്ട് ഒരു സിനിമാന്തരൻ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു സാഹിത്യ സെലിബ്രിറ്റിയോ മറ്റോ ആണോ പുള്ളി? എന്തുമാവട്ടെ, അതൊക്കെ അവരുടെ കാര്യം. ഇന്റേണലായിട്ടുള്ള കോൺഗ്രസിന്റെ ഇഷ്യൂസിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. എന്നിരുന്നാലും ആരോ പറഞ്ഞതുപോലെ സ്വന്തം കൂട്ടിൽ ഒരുപാട് കാഷ്ടിക്കുന്ന ഒരു പക്ഷിയായി അദ്ദേഹം മാറിയിരിക്കണം. ഇത്രയും കാഷ്ടം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് എനിക്കറിയില്ലാത്തത്. സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുന്ന ഒരു പക്ഷിക്ക് ആ കൂട്ടിലിരിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇരിക്കാൻ കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എമർജൻസി ഏറ്റവും മോശമായ ഒരു കാലഘട്ടമായിരുന്നു. ഇറ്റ്സ് എ ഡാർക്ക് പീരീഡ്. കണ്ടംനേഷനാണ്, ആയിക്കോട്ടെ, കണ്ടംനേഷൻ. ഞാൻ പറഞ്ഞല്ലോ, എമർജൻസി പീരീഡിനെ കണ്ടം ചെയ്യാത്ത അല്ലെങ്കിൽ എമർജൻസി പീരീഡിനെ വിമർശിക്കാത്ത ആളുകൾ കുറവാണ് ഇന്ത്യയിൽ. ആ സമയത്ത് നമ്മുടെ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും
രാഷ്ട്രീയ എതിരാളികൾ അടിച്ചൊതുക്കപ്പെടുകയും സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഒരു സൂപ്പർ പവറിലേക്ക് ഭരണം കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ട്. പലതും ശരിയുമാണ്. കേരളത്തിലടക്കം രാജൻ കൊലയടക്കം നടന്നത് ഈ പറയപ്പെട്ട എമർജൻസി പീരീഡിലാണ്. അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എമർജൻസി പീരീഡിനെ ആരും അംഗീകരിക്കുന്നില്ല. മോശമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസും അതിനെ വലുതായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ അനിവാര്യമായിരുന്നു എന്നെങ്കിലും പറഞ്ഞുകൊണ്ടൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു ഡിഫെൻഡ് അല്ലാതെ അത് നല്ലതായിരുന്നു എന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണ്. ശരി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വിശ്വപൗരൻ ഇത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം കുറെ നാളുകളായിട്ട് എടുത്തിരിക്കുന്ന ഒരു പ്രോ BJP ലൈൻ ഉണ്ട്. നരേന്ദ്രമോദിയെ പുകഴ്ത്തുക, സർക്കാരിന്റെ നയങ്ങളെ പുകഴ്ത്തുക, ഏറ്റവും ശക്തമായ സർക്കാരാണിതെന്ന് പറയുക, ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു ഭരണാധികാരിയാണ് മോഡി എന്ന് പറയുക. ഇതൊന്നും ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യാൻ പാടില്ലാത്തൊന്നുമല്ല. പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിലുള്ള സാങ്കത്യവും മറ്റു കാര്യങ്ങളും എന്താണ് അതിന്റെ ലക്ഷ്യവും എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഒരു BJP ലൈൻ സ്വീകരിക്കുന്ന BJPയിലേക്ക് പോകാൻ വേണ്ടിയാണോ, അടുത്ത തവണ തിരുവനന്തപുരത്ത് BJP കാൻഡിഡേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോകുന്നതിനാണോ ഉദ്ദേശിക്കുന്നത്? അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സർവേ പ്രകാരം കേരളത്തിന്റെ CM ആയിട്ട് ഒരു പ്രോ BJP ലൈനുള്ള ഒരാൾ വരണം എന്നുള്ള താല്പര്യമാണോ കോൺഗ്രസിനുള്ളത്? ഇതൊക്കെ വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇപ്പൊ എന്തായാലും ഈ പറയപ്പെട്ട രീതിയിൽ വളരെ മോശമായ രീതിയിൽ കോൺഗ്രസിനെ ഡിഫെൻസിലാക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഈ പറയപ്പെട്ട വിശ്വപൗരനെ എന്തായാലും കേരളത്തിലെ CM ആയിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും ഭേദം BJPയെ ഭരണയിപ്പിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം വിശ്വപൗരനാണ്. അദ്ദേഹം ഒരുപാട് നാടുകൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ, അതും ബ്രിട്ടീഷ് ആക്സെന്റിലുള്ള, ബ്രിട്ടീഷുകാർ തോറ്റുപോകുന്ന ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ്. ശരി തന്നെ. പക്ഷേ പ്രിയപ്പെട്ട തരൂർ, അങ്ങ് എമർജൻസി പീരീഡിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്ന എന്നാരോപിക്കപ്പെടുന്ന പൗരാവകാശ ലംഘനങ്ങളെയും രാഷ്ട്രീയ അടിച്ചമർത്തലുകളെയും അല്ലെങ്കിൽ ഒരു സുപ്രീം പവറുകളെ അതിൻ്റെ കേന്ദ്രീകരണത്തെയും ഒക്കെ വിമർശിച്ച് കണ്ടു. നല്ല കാര്യം. ഇപ്പോൾ പിന്നെ എന്താണ് ഭായി നടക്കുന്നത്? രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി ഏതെല്ലാം ഗവൺമെന്റ് വിങ്ങുകളുണ്ടോ അതിനെ മുഴുവൻ ഉപയോഗപ്പെടുത്തുക, പൗരാവകാശങ്ങൾ കവർന്നെടുക്കുക, ജനങ്ങളെ അകാരണമായി അറസ്റ്റ് ചെയ്യുക, അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി ലംഘിക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പിടിച്ചെടുക്കുക. ഇതെല്ലാം അല്ലേ ഇപ്പോൾ നടക്കുന്നത്? അങ്ങ് ഇതൊന്നും കാണാതെ പോകാനായിട്ടുള്ള ഒരു വിശ്വപൗരത്വ കണ്ണില്ലേ അങ്ങക്ക്? അതോ വിശ്വതിമിരം ബാധിച്ച ഒരു മനുഷ്യൻ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്? ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രസന്റ് കണ്ടീഷൻ കൂടി ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ? അതോ BJPയെ നോവിക്കുന്ന ഒരു സംസാരവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP ആയി നിന്നുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുകയാണോ? ഇനി നിങ്ങൾ ആരെയാണ് ഇനിയും വിമർശിക്കാനായിട്ട് പോകുന്നത്? അങ്ങയെക്കുറിച്ച് പറയാനായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ ഒരു പദമുണ്ട്, കുലംകുത്തി. പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഇട്ട കതറിൽ ചുളിവ് പറ്റാതിരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആരെയും തല്ലിക്കൊല്ലാനൊന്നും മോഹം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ സേഫാണ്. പക്ഷേ ഒന്നാലോചിക്കണം, നിരന്തരമായി സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുന്ന അങ്ങയ്ക്ക് ആ കൂട് വൃത്തികേടാക്കുന്നതിനോടൊപ്പം ഒരു കാലഘട്ടത്ത് ആ കൂട്ടിലിരിക്കാൻ തന്നെ മടി വരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ പറന്നു പോയേക്കുക. എന്തിനു വെറുതെ കഷ്ടപ്പെടുത്തുന്നത്? കോൺഗ്രസ് MP ആണെന്ന് പറയുകയും ചെയ്യും. ഈ മാതിരിയുള്ള പരിപാടികളും കാണിച്ചുകൊണ്ട് കൂട്ടുമ്പോൾ ഞാൻ അദ്ദേഹം എമർജൻസിയെ വിമർശിച്ചതുകൊണ്ട് പറയുന്നതല്ല. എമർജൻസിയെ വിമർശിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ആരും. എമർജൻസി പീരീഡിനെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. എമർജൻസി പീരീഡിൽ നടന്ന കാര്യങ്ങൾ പലതും ശരിയാണ്, അല്ലെങ്കിൽ ഒട്ടുമിക്കതും ശരിയാണെന്നുള്ള അഭിപ്രായം ആർക്കുമില്ല. പക്ഷെ തിമിരം ബാധിച്ച കണ്ണുകൊണ്ട് കാണുമ്പോൾ മാത്രമാണ് എമർജൻസി പീരീഡിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് മോഡിഫൈഡ് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ
12 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണാനുള്ള കണ്ണ് ശശി തരൂർ എം പിക്ക് ഇല്ലാതെ പോയത് വളരെ മോശമാണ്. അദ്ദേഹം ആ വിഷയത്തിൽ ഒരു പുനർവിചിന്തനം നടത്താൻ സാധ്യത തീരെയില്ല. കാരണം ചിറക് വിരുത്തി, സ്വന്തം കൂട്ടിൽ കാഷ്ടിച്ചുകൊണ്ട് ചിറക് വിരുത്തിയിരിക്കുന്ന ഒരു പക്ഷിക്ക് ഏത് സെക്കൻഡിൽ ഏത് കാറ്റടിക്കുമ്പോഴാണ് പറന്നു പോകേണ്ടതെന്ന് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയോട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കൂടിന്റെ മോശത്തരങ്ങളെ കുറിച്ച് കൂടി പറയണേ എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും ഈ കൂട് കാഷ്ടിച്ച് വൃത്തിയാക്കാതെ ഒന്ന് പറന്നു പോവുമോ? ടേക്ക് യു ടൈം, സമയമെടുത്ത് വന്നാൽ മതി. പക്ഷെ അധികം സമയം എടുക്കല്ലേ. ഒരുപാട് സമയം എടുത്താൽ ചിലപ്പോൾ റിലേഷൻ പോയിപ്പോ. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു. പോയി തരുമോ മാത? അങ്ങൊരു കാര്യം ചെയ്യുക, അങ്ങ് വിശ്വവിഹായസിലേക്ക് പറക്കുക. അതായിരിക്കും അങ്ങയ്ക്കും നല്ലത്. എനിക്ക് സംശയമൊന്നുമില്ല, അദ്ദേഹം BJPക്കും ഒരു ബാധ്യതയാവുകയുള്ളൂ. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കാരണം അവിടെ ചെന്നിട്ടും ഉദ്ദേശിക്കാത്ത ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു കൺസിഡറേഷൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹവും ഇംഗ്ലീഷ് എടുത്ത് പ്രയോഗിക്കും അവർക്കെതിരെ. പിന്നെ അതുമാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു BJP ലൈൻ സ്വീകരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും രാഷ്ട്രീയപരമായിട്ട് ഗുണം എന്ന് തിരിച്ചറിയാനായിട്ട് ശശി തരൂരിനെ പോലുള്ള ഒരു വിശ്വപൗരന് പ്രത്യേകിച്ച് ഒരു ടീച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിനത് മനസ്സിലായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ഈ കൂട് വൃത്തികേടാക്കാതെ ഒന്നൊഴിവാകും പ്ലീസ്. നന്ദി, നമസ്കാരം.